ഹലോ ഫ്രണ്ട്സ്, ക്രിപ്റ്റോ കറൻസി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ബിറ്റ്കോയിൻ്റെ സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പ്രതിഭാസമാണ് ബിറ്റ്കോയിൻ ഹാവിംഗ്. അതുപോലെ തന്നെ 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന ക്രിപ്റ്റോ ബുൾ മാർക്കറ്റിൻ്റെയും അടിസ്ഥാന കാരണങ്ങളിലൊന്ന് ബിറ്റ്കോയിൻ ഹാവിംഗ് തന്നെയാണ്. എന്താണ് ബിറ്റ്കോയിൻ ഹാവിംഗ്? എന്തുകൊണ്ട് അത് 4 വർഷം കൂടുമ്പോൾ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതിന് റിയലി സഹായകമാണ്. അപ്പോൾ അതുകൊണ്ട് ഇഫ് യു വാണ്ട് ടു നോ ദ ഡീറ്റെയിൽസ് അബൌട്ട് ബിറ്റ്കോയിൻ ഹാവിംഗ്, ലെറ്റ്സ് ഡൈവ് ഡീപ്പ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മോർ. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ഇപ്പോൾ റീസെൻ്റായി കേട്ടുവരുന്ന ഒരു ബസ് വേർഡാണ് ബിറ്റ്കോയിൻ ഹാവിംഗ് എന്നത്. അടുത്ത ബിറ്റ്കോയിൻ ഹാവിംഗ് 2024 ഏപ്രിൽ 26 നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് ആക്ച്വലി ബിറ്റ്കോയിൻ ഹാവിംഗ്? അതായത് ഓരോ ബ്ലോക്സ് വാലിഡേറ്റ് ചെയ്ത് അതിന് ഹാഷ് അസൈൻ ചെയ്ത് ബ്ലോക്ക് വാലിഡേറ്റർക്ക് ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് ബിറ്റ്കോയിൻ റിവാർഡ്സ് ആയിട്ട് കിട്ടും. അതാണ് ബിറ്റ്കോയിൻ മൈനിങ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രീവിയസ് എപ്പിസോഡിൽ. അപ്പോൾ ഒരു സെർട്ടൺ പീരീഡ് കഴിയുമ്പോൾ ഓരോ മൈനേഴ്സിനും കിട്ടുന്ന റിവാർഡ് നേർപകുതിയായിട്ട് കുറയും. ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ ബിറ്റ്കോയിൻ ഹാവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നെക്സ്റ്റ് ബിറ്റ്കോയിൻ ഹാവിംഗ് സംഭവിക്കാൻ പോകുന്നത് 2024 ഏപ്രിൽ 26 അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ 6.25 BTC ആണ് ഒരു ബ്ലോക്ക് വാലിഡേറ്റ് ചെയ്യുന്ന നോഡിന് കിട്ടുന്നത്. അത് നേർപകുതിയായി 3.125 BTC ആയി കുറയും. സോ നാച്ചുറലി എന്ത് സംഭവിക്കും? പുതിയതായിട്ടുണ്ടാകുന്ന ബിറ്റ്കോയിൻ്റെ സപ്ലൈ കുറയും. അത് കൂടാതെ ഒരുപാട് റിസോഴ്സസ് നമുക്ക് സെയിം എമൗണ്ട് ഓഫ് BTC ഉണ്ടാക്കാൻ ചിലവഴിക്കണം. അതായത് നേരത്തെ 10 മണിക്കൂർ ഒരു മെഷീൻ റൺ ചെയ്തിട്ട് ഒരു നോഡ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ 6 BTC കിട്ടും. ഇനി 10 മണിക്കൂർ വർക്ക് ചെയ്താൽ 3 BTC കിട്ടുള്ളൂ. സോ ദ എക്സ്പെൻസ് ഈസ് ഡബിളിങ്. അതാണ് BTCയുടെ വില കൂടാൻ ഒരു സാധ്യതയുള്ള ഘടകം. കാരണം ഒരു BTC പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എക്സ്പെൻസസ് നേരെ ഇരട്ടിയാവുകയാണ്. ഇലക്ട്രിസിറ്റി ബില്ലായാലും അതിന് BTC ജനറേറ്റ് ചെയ്യുന്നതിനുള്ള സെയിം എമൗണ്ട് ഓഫ് BTC ജനറേറ്റ് ചെയ്യുന്നതിനുള്ള ടൈം ആയാലും എല്ലാം നേരെ ഇരട്ടിയാവും. ബിക്കോസ് ദ റിവാർഡ് ഈസ് റെഡ്യൂസിങ് ഹാഫ് അല്ലേ? സോ BTC ഹാവിംഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ഇത് 4 വർഷം കൂടുമ്പോൾ സംഭവിക്കുന്നത്? വൈ നോട്ട് 3 years or why not 5 years അല്ലേ? അപ്പോൾ ബിറ്റ്കോയിൻ്റെ അൽഗോരിതത്തിൽ തന്നെ ഒരു ലോജിക് എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ BTC ബ്ലോക്ക് ജനറേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന റിവാർഡ് റെഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ആ ഇൻഫ്ലേഷൻ സ്റ്റഡിയായിട്ട് പോകും അല്ലേ? അപ്പോൾ ആ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് അൽഗോരിതമിക്കലി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഈ ബിറ്റ്കോയിൻ ഹാവിംഗ്. ഓക്കെ, അപ്പോൾ എന്താണ് ആ കോഡിൽ എഴുതിയിരിക്കുന്നത്? ഓരോ 2,10,000 ബ്ലോക്കിലും BTCക്ക് കൊടുക്കുന്ന റിവാർഡ് നേർപകുതിയാക്കി കുറയ്ക്കണം. എങ്കിലേ ആ എമിഷൻ്റെ റേറ്റ് കൺട്രോൾ ചെയ്ത് ഇൻഫ്ലേഷൻ റേറ്റ് ഒരു പരിധിയിൽ വെച്ച് സ്കേഴ്സിറ്റി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതാണ് അതിൻ്റെ ലോജിക്ക്. അപ്പോൾ നമുക്കൊരു മാത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം അൽഗോരിതമെറ്റിക്കലി 2,10,000 ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടുന്ന സമയം ഏകദേശം 21 ലക്ഷം മിനിറ്റ് ആണ്. കാരണം ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടുന്നത് 10 മിനിറ്റ് ആണ്. അപ്പോൾ ഈ കണക്ക് പ്രകാരം 21 ലക്ഷം മിനിറ്റ് എന്ന് പറയുന്നത് 35,000 മണിക്കൂറാണ്. 35,000 മണിക്കൂർ എന്നുള്ളത് 1458 ഡേയ്സ് ആൻഡ് 1458 ഡേയ്സ് എന്ന് പറയുന്നത് ഏകദേശം 4 വർഷമാണ്. നമുക്ക് ഹിസ്റ്റോറിക്കലി എങ്ങനെയാണ് ഹാവിംഗ് നടന്നപ്പോൾ ബ്ലോക്സ് റിവാർഡ്സ് കുറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും ബിറ്റ്കോയിൻ്റെ എമിഷൻ എത്ര ഡ്രാസ്റ്റിക് ആയിട്ടാണ് കുറയുന്നത് എന്ന്.
അതുകൊണ്ട് തന്നെ പോകെ സ്കെയർസിറ്റി കൂടി വരും എന്നുള്ളതും ഈ ചാർട്ടിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 3 ജനുവരി 2009 നമുക്കറിയാം ഓരോ ബ്ലോക്സിനും 50 BTC ആണ് ഓരോ ബ്ലോക്സിനും റിവാർഡായിട്ട് കൊടുത്തിരുന്നത്. ഫസ്റ്റ് ഹാവിംഗ് നടക്കുന്നത് നവംബർ 2012 അപ്പോൾ 2,10,000 ബ്ലോക്സ് കഴിഞ്ഞപ്പോൾ റിവാർഡ്സ് നേരെ 25 BTC ആയി കുറഞ്ഞു. അത് വീണ്ടും 2016 ജൂലൈയിൽ എത്തിയപ്പോഴേക്കും 12.5 ആയി. കറന്റ്ലി ലാസ്റ്റ് ഹാവിംഗ് നടന്നത് 2020 അപ്പോൾ 6.25 BTC ആണ് റിവാർഡ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ഹാവിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2024 ഏപ്രിൽ. അപ്പോഴേക്കും 3.125 ആയി കുറഞ്ഞു. അപ്പോൾ ഈ കോളം നോക്കിയാൽ നമുക്കറിയാം ആദ്യം 10 മില്യൺ BTC 4 വർഷം കൊണ്ട് ജനറേറ്റ് ആയി. എന്നാൽ 2024 ഹാവിംഗ് കഴിയുന്നതോടുകൂടി വെറും 6 ലക്ഷം BTC ഉണ്ടാവുന്നുള്ളൂ. അതായത് ബിറ്റ്കോയിൻ ജനിച്ച ആദ്യത്തെ 4 വർഷം 1 കോടി ബിറ്റ്കോയിൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ വെറും 6.5 ലക്ഷം BTC അടുത്ത ഹാവിങ്ങിന് ശേഷം വരുള്ളൂ. അപ്പൊ അതിന്റെ സ്കെയർസിറ്റി നോക്കൂ, 16-ൽ 1 കുറഞ്ഞില്ലേ? ഈ ചാർട്ട് കണ്ടാൽ നമുക്കറിയാം ബിറ്റ്കോയിൻ ഹാവിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. അതായത് 2009 ജനുവരിയിൽ ബിറ്റ്കോയിൻ തുടങ്ങുമ്പോൾ 50 BTC ആണ് റിവാർഡായിട്ട് കൊടുത്തിരുന്നത്. അതിനുശേഷം 2012 എത്തിയപ്പോഴേക്കും അതിന്റെ റിവാർഡ് നേരെ 25 ആയി. പിന്നീട് 2016 12.5 BTC ആയി. 2020 കഴിഞ്ഞ ഹാവിംഗ് നടന്നപ്പോഴേക്കും 6.25 BTC ആണ് റിവാർഡ്. അതാണ് ഇപ്പോൾ കറണ്ട് റിവാർഡായിട്ട് കൊടുക്കുന്നത്. അത് നമ്മളൊരു ബ്ലോക്ക് എക്സ്പ്ലോററിൽ പോയിട്ട് ഒരു റിയൽ ബ്ലോക്ക് ചെയിൻ അനലൈസ് ചെയ്തപ്പോൾ കാണുകയും ചെയ്തു. 6.25 ആണ് റിവാർഡായിട്ട് കിട്ടുന്നത്, അല്ലേ? എന്നാൽ അടുത്ത ഹാവിംഗ് കഴിയുന്നതോടുകൂടി ഇതിന്റെ റിവാർഡ് 3.125 ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലാസ്റ്റ് കോളമാണ്. ഈ കോളത്തിൽ നോക്കൂ, ആദ്യത്തെ 4 വർഷം 1 കോടി ബിറ്റ്കോയിൻ ആണ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. അതങ്ങനെ കുറഞ്ഞ് 2024 തൊട്ട് 2028 വരയ്ക്ക് ആകുമ്പോഴേക്കും ഇറങ്ങാൻ പോകുന്നത് വെറും 6.5 ലക്ഷം ബിറ്റ്കോയിൻ മാത്രമാണ്. അതായത് തുടക്കത്തിലുണ്ടായിരുന്ന സപ്ലൈ കുറഞ്ഞ് 16-ൽ 1 കുറഞ്ഞു കഴിഞ്ഞു ആദ്യത്തെ തുടക്കത്തിൽ ഇത്രയും നാളുകൊണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത് ബിറ്റ്കോയിൻ ഈസ് എ റിയലി സ്കെയർസ് അസറ്റ്. അതായത് പുതിയ ബിറ്റ്കോയിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പോകെ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും. ഇത് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് 2140 എത്തുമ്പോഴേക്കും എല്ലാ ബിറ്റ്കോയിൻസും മൈൻ ചെയ്ത് കഴിയും. പിന്നീട് അങ്ങോട്ട് ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് റൺ ചെയ്യുന്നത് അതിൽ നിന്നുള്ള ഫീസ് കളക്ട് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും. ബിറ്റ്കോയിൻ ഹാവിംഗ് എന്താണെന്നും അത് കാരണം BTCയുടെ സപ്ലൈ എത്രത്തോളം സ്കെയർസും ആകുമെന്നും ഈ ഒരു വീഡിയോ കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. If you like this video, please subscribe to this and share it with your friend who is interested in crypto. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ see you.